2024 നടക്കേണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതത്തിലെ പ്രതിപക്ഷ കക്ഷികൾ ഉണ്ടാക്കിയിരിക്കുന്ന ഇന്ത്യ മുന്നണിക്കെതിരെ ബിജെപിക്ക് പിടിച്ചു നിൽക്കാനാവുമോ? അതിനായി അവർ കൊണ്ടുവരുന്ന ഇന്ത്യക്ക് പകരം ഭാരതം അടക്കമുള്ള മുദ്രാവാക്യങ്ങൾ തെരഞ്ഞെടുപ്പ് വിജയമാകുമോ? ഒന്നും രണ്ടാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ജനപിന്തുണയുടെ കാര്യത്തിൽ ഈ കണക്ക് ശരിയാകണമെന്നില്ല. അതായത് ഭാരതത്തിലെ പ്രതിപക്ഷ കക്ഷികളെല്ലാം ചേർത്തുണ്ടാക്കിയിരിക്കുന്ന ഇന്ത്യ മുന്നണിക്ക് അവർ ഓരോ സ്ഥലത്തും ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ കിട്ടിയ മുഴുവൻ വോട്ടും കിട്ടണമെന്നില്ല. ബംഗാളിലെയും ത്രിപുരയിലെയും കഥ എടുക്കുക. ബംഗാളിൽ മമതയ്ക്കെതിരെ കോൺഗ്രസും CPM-ഉം കൈകോർത്തപ്പോൾ കോൺഗ്രസിലെ CPM വിരുദ്ധരും CPM-ലെ കോൺഗ്രസ് വിരുദ്ധരും മുന്നണിക്ക് ഒപ്പം നിന്നില്ല. അവർ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന മട്ടിൽ മമതയ്ക്ക് വോട്ട് ചെയ്തു. CPM ബംഗാളിൽ നാമാവശേഷമായി. ത്രിപുരയിലും ഇതുതന്നെ സംഭവിച്ചു. കോൺഗ്രസ് CPM മുന്നണിക്ക് പഴയ കണക്ക് വെച്ചുള്ള വോട്ട് ലഭിച്ചില്ല. അതുകൊണ്ട് അവിടെ BJP തന്നെ ശക്തമായി. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിലുണ്ടാക്കിയ സഖ്യത്തിനും മുൻ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിന്റെ കണക്കനുസരിച്ച് വൻ വിജയം കിട്ടേണ്ടതായിരുന്നു. പക്ഷെ കിട്ടിയില്ല. ഇത്തരത്തിൽ ഒരു ജനവിധി തള്ളിക്കളയാനാവുന്നതല്ല. 1971 ഇന്ദിരയെ പുറത്താക്കുന്നതിന് ഭാരതത്തിലെ പ്രമുഖ പ്രതിപക്ഷ കക്ഷികളെല്ലാം ചേർന്ന് ഒരു മഹാസഖ്യം ഉണ്ടാക്കി. അന്നത്തെ സംഘടനാ കോൺഗ്രസ്, സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, ഇന്നത്തെ BJP-യുടെ അന്നത്തെ രൂപമായിരുന്ന ജനസംഘ് തുടങ്ങിയവ മഹാസഖ്യത്തിൽ ഉണ്ടായിരുന്നു. ജനകീയ നേതാവായ K. കാമരാജ് ആയിരുന്നു അമരത്ത്. ഇന്ദിരാ ഘടാവോ എന്നായിരുന്നു ആ മഹാസഖ്യത്തിന്റെ മുദ്രാവാക്യം. ഇന്ദിരയെ പുറത്താക്കുക എന്ന് അർത്ഥം. കുറെ പൂജ്യങ്ങൾ ചേർന്നാൽ വലിയൊരു പൂജ്യമാകും ഉണ്ടാവുക. ഇന്ദിര പരിഹസിച്ചു. ഇന്ദിരാ ഘടാവോ എന്ന മുദ്രാവാക്യത്തെ അവർ ഗരീബി ഘടാവോ എന്ന മുദ്രാവാക്യം കൊണ്ട് നേരിട്ടു. 1971 തെരഞ്ഞെടുപ്പിൽ 521 സീറ്റിൽ 352 സീറ്റ് നേടി ഇന്ദിര തിരിച്ചു വന്നു. 1972 മഹാരാജാക്കന്മാർക്കുണ്ടായിരുന്ന പ്രിവി പേഴ്സ് ഇന്ദിര നിർത്തലാക്കി. 1973 ഏപ്രിൽ 25 സുപ്രീം കോടതി ജസ്റ്റിസായി സീനിയോറിറ്റി മറികടന്നാണ് ജസ്റ്റിസ് റയെ നിയമിച്ചത്. കേശവാനന്ദ ഭാരതി കേസിലെ വിധിക്ക് പിന്നാലെയായിരുന്നു ഈ നടപടി. സീനിയോറിറ്റി പരിഗണിക്കാതെ പോയ ജസ്റ്റിസുമാരായ ഷേലത്ത് ഹെഗ്ഡെ, J. ഗ്രോവർ എന്നിവർ രാജിവെച്ചു. 1974 പൊക്രാനിലെ ആണവ പരീക്ഷണം പോലെ ഭാരതം വലിയ ശാസ്ത്ര നേട്ടങ്ങൾ കൈവരിച്ചതും ആ ഭരണകാലത്താണ് ഇന്ദിര സ്വേച്ഛാധിപതി ആയത്. 1974 കോൺഗ്രസിൽ ഇന്ദിരയോടുള്ള വ്യക്തിപൂജ സമാനതകളില്ലാതെ വളർന്നതും കോൺഗ്രസ് നേതാവായ ദേവകാന്ത് ബറുവ ഇന്ദിരയാണ് ഇന്ത്യ, ഇന്ത്യ എന്നാൽ ഇന്ദിര എന്നാണ് പ്രഖ്യാപിച്ചത്. 1975 ജൂൺ 12 അലഹബാദ് ഹൈക്കോടതി ഇന്ദിരയുടെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കിയതും 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതും മുഴുവൻ പ്രതിപക്ഷ നേതാക്കളെയും തടവിലാക്കിയതും എല്ലാം അതിനെതിരെ ഉയർന്ന ജയപ്രകാശ് നാരായണന്റെ മുന്നേറ്റമാണ് 1976 ജനതാ പാർട്ടിയുടെ രൂപീകരണത്തിനും ഇന്ദിരയെ പുറത്താക്കലിലും എല്ലാം എത്തിച്ചത്. കാലം ഏറെ മാറിയെങ്കിലും വളരെ സമാനതകളുള്ള സാഹചര്യത്തിന്റെ സൂചനകൾ ഭാരതത്തിലാകെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. മോദിയുടെ പ്രഭാവം വല്ലാതെ തിളങ്ങുന്നതും അതിന് തിളക്കം ഉണ്ടാക്കുവാൻ മനഃപൂർവ്വം നീക്കങ്ങൾ നടക്കുന്നതും കേവലം ഒരു തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടാവണമെന്നില്ല. എല്ലാവരെയും കൂട്ടിച്ചേർത്തു നിർത്താൻ ജയപ്രകാശ് നാരായണനെ പോലെ ലക്ഷ്യബോധമുള്ള അധികാരക്കൊതിയില്ലാത്ത ഒരു നേതാവിന്റെയും അഭാവമുണ്ട്. ശക്തമാണ് ഇന്ത്യ മുന്നണി. 2019 BJP-ക്ക് നേരിടേണ്ടി വരാതിരുന്ന ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ ഇന്ത്യ മുന്നണിക്കാവും. 2019 ലോക്സഭയിലേക്കുള്ള 543 സീറ്റിൽ 190 ഇടത്താണ് BJP-യും കോൺഗ്രസും നേരിട്ട് മത്സരിച്ചത്. അതിൽ 190ഉം BJP നേടി. കോൺഗ്രസിന് കിട്ടിയത് 15 സീറ്റ് മാത്രം. മധ്യപ്രദേശിലെ 29 സീറ്റും അവർ നേടി. കർണാടകത്തിലെ 28ൽ 21ഉം അവർക്കായി. കോൺഗ്രസിന് കിട്ടിയത് 6 സീറ്റ് മാത്രം. ഗുജറാത്തിലെ 26ഉം അവർക്കായി. രാജസ്ഥാനിലെ 25ൽ 24ഉം അവർ നേടി. ഒരു സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയത്. ആസാമിലെ 14ൽ 9ഉം അവർക്കായിരുന്നു. കോൺഗ്രസിന് 4 സീറ്റ് കിട്ടി. ഛത്തീസ്ഗഡിലെ 11 സീറ്റും അവർക്കായിരുന്നു. ഹരിയാനയിലെ 10ൽ 9 സീറ്റും അവർ നേടി. മറ്റ് സംസ്ഥാനങ്ങളിലെ 18 സീറ്റുകളും BJP നേടി. ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിലെ 198 സീറ്റുകളിൽ പല പാർട്ടി മത്സരം നടന്നു. അവയിൽ 147 സീറ്റും BJP നേടി.
കോൺഗ്രസിന് കിട്ടിയത് 9 സീറ്റാണ്. ബീഹാറിലെ 40 സീറ്റിൽ BJP പിടിച്ചത് 15 സീറ്റാണ്. ബാക്കി 25ഉം പ്രതിപക്ഷം ജയിച്ചു. 16 സീറ്റ് കോൺഗ്രസിന് കിട്ടി. ജാർഖണ്ഡിലെ 14ൽ 6 സീറ്റ് BJP നേടി. 8 സീറ്റ് പ്രതിപക്ഷം നേടി. 1 സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയത്. ഒഡീഷയിൽ 21 സീറ്റിൽ 19ഉം BJP പിടിച്ചു. ഉത്തർപ്രദേശിലെ 80 സീറ്റിൽ 74ഉം BJPക്ക് കിട്ടി. കോൺഗ്രസിന് 2ഉം മറ്റുള്ളവർക്ക് 4ഉം കിട്ടി. പശ്ചിമ ബംഗാളിലെ 42 സീറ്റിൽ BJPക്ക് 18 സീറ്റ് കിട്ടി. 22 സീറ്റ് തൃണമൂലിനും 2 സീറ്റ് കോൺഗ്രസിനും കിട്ടി. കേരളം, ലക്ഷദ്വീപ്, നാഗാലാൻഡ്, മേഘാലയ, പുതുച്ചേരി സംസ്ഥാനങ്ങളിൽ കോൺഗ്രസും സംസ്ഥാന പാർട്ടികളുമായിട്ടായിരുന്നു മത്സരം. ഈ സംസ്ഥാനങ്ങളിലുള്ള 25ൽ 20 സീറ്റും കോൺഗ്രസ് നേടി. BJPക്ക് കിട്ടിയത് 5 സീറ്റാണ്. മഹാരാഷ്ട്ര, തെലങ്കാന, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പല പാർട്ടികൾ ശക്തമായി രംഗത്തുണ്ടായിരുന്നു. അവിടെയുള്ള 93 സീറ്റുകളിൽ 40 എണ്ണമാണ് BJPക്ക് കിട്ടിയത്. കോൺഗ്രസിന് 12ഉം മറ്റുള്ളവർക്ക് 41ഉം സീറ്റ് കിട്ടി. മഹാരാഷ്ട്രയിലെ 48 സീറ്റിൽ BJPക്ക് 15ഉം കോൺഗ്രസിന് 10ഉം മറ്റുള്ളവർക്ക് 23 സീറ്റും ലഭിച്ചു. തെലുങ്കാനയിൽ BJPക്ക് 6ഉം തെലുങ്കുദേശം പാർട്ടിക്ക് 11ഉം സീറ്റ് കിട്ടി. പഞ്ചാബിൽ BJPക്ക് കിട്ടിയത് 3 സീറ്റാണ്. മറ്റുള്ളവർക്ക് 10 സീറ്റ് ലഭിച്ചു. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മിസോറാം, സിക്കിം സംസ്ഥാനങ്ങളിൽ 66 സീറ്റുകളിൽ 58ഉം മറ്റു പാർട്ടികൾ പിടിച്ചു. കോൺഗ്രസിന് 8 സീറ്റ് കിട്ടി. BJPക്ക് 1 സീറ്റും കിട്ടിയില്ല. തമിഴ്നാട്ടിലെ 39ൽ 27 സീറ്റും DMK പിടിച്ചു. ആന്ധ്രാപ്രദേശിലെ 25 സീറ്റും ജഗന്റെ പാർട്ടി പിടിച്ചു. അതായത് പ്രതിപക്ഷം ഇന്ത്യക്ക് വേണ്ടി ഒന്നിച്ചു നിന്നാൽ BJPയുടെ ഭാരതം പിടിക്കാനാവും എന്ന്. ശക്തനായ ഒരു നേതാവ് ഉണ്ടെന്ന ബോധ്യം ജനങ്ങൾക്ക് കിട്ടേണ്ടത് തെരഞ്ഞെടുപ്പ് ഫലത്തെ നല്ല അളവിൽ ബാധിക്കുന്ന ഘടകമാണ്. ഇന്ത്യ മുന്നണി തമ്മിൽ തല്ലുന്നവരുടെ ഒരു കൂടാരമാണ് എന്ന ചിന്ത പടരുന്നത് അപകടമാണ്. അതുണ്ടാക്കുവാൻ ഒളിഞ്ഞും തെളിഞ്ഞും BJPയും ശ്രമിക്കും. കൃത്യമായ ഒരു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ടു പോകും എന്ന ബോധ്യം ജനങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം. മുന്നണിക്ക് കൃത്യമായ അജണ്ട ഉണ്ടാവണം. പ്രതിരോധിച്ചു കളിക്കാതെ ആക്രമിച്ച് കളിക്കാനാവണം. ഇന്ത്യ മുന്നണിയുടെ രൂപീകരണവും ശക്തമാകലും കണ്ട BJP നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്കിനോട് അജണ്ട പറയാതെ സെപ്റ്റംബർ 18-ന് വിളിച്ചുകൂട്ടിയിട്ടുള്ള പാർലമെന്റ് സമ്മേളനത്തോട് നടത്തുന്ന പ്രതികരണം പ്രതീക്ഷ ഉണർത്തുന്നു. അസാധാരണമായി കൂടുന്ന പാർലമെന്റിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ സംബന്ധിച്ച ഹിന്ദു വികാരം ഉണർത്തുന്ന പ്രചാരണങ്ങളിൽ കുടുങ്ങാതെ കോൺഗ്രസ് നേതാവ് സോണിയ വിഷയങ്ങൾ നിർണയിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് അയച്ച കത്ത് നല്ല സൂചനയാണ്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അസമത്വം എന്നിവയ്ക്ക് ഊന്നൽ നൽകി സമകാലീന സാമ്പത്തിക നിലയുടെ വിലയിരുത്തൽ നടത്തണമെന്നും കർഷകരുടെ വിഷയങ്ങൾ, അവർക്ക് സർക്കാർ നൽകിയ ഉറപ്പുകളുടെ പാലനം, അദാനി ഗ്രൂപ്പിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിന് സംയുക്ത പാർലമെന്ററി സമിതി, മണിപ്പൂർ സംഘർഷം, ഹരിയാനയിലെ മതസംഘർഷം, ലഡാക്ക്, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ ചൈനയുടെ കടന്നുകയറ്റം, ജാതി സെൻസസിന്റെ അടിയന്തര ആവശ്യം, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ കോട്ടങ്ങൾ, ചില സംസ്ഥാനങ്ങൾ നേരിടുന്ന പ്രളയ, വരൾച്ച വിഷയങ്ങൾ എന്നിവ ചർച്ച ചെയ്യണം എന്നാണ് സോണിയ ആവശ്യപ്പെടുന്നത്. BJP വിളിച്ചത് എന്തിന് എന്നതിനെക്കുറിച്ച് ചർച്ച നടത്തി സമയം കളയരുത്. സമ്മേളനം എന്തിനെക്കുറിച്ച് എന്ന് ചർച്ച നടത്തണം എന്ന് സോണിയ പറഞ്ഞത് ഒരു ആക്രമണ നീക്കം തന്നെയാണ്. ഇപ്പോൾ പ്രതിരോധത്തിൽ ആകുന്നത് സർക്കാരാണ്. അത്തരം നീക്കമാണ് വേണ്ടത്. എപ്പോഴും പ്രതിരോധ കളിയിൽ ഒതുങ്ങാതെ മുന്നേറി കളിക്കണം. വരട്ട് തത്വവാദങ്ങൾ ഉയർത്തി ഭരണം ഇല്ലാതാക്കാൻ നോക്കരുത്. ആണവ പ്രശ്നത്തിൽ CPM കാണിച്ചത് അതായിരുന്നു. ഒന്നിനും കൊള്ളാത്തവരുടെ മുന്നണി എന്ന് പ്രതികരണം ജനങ്ങളിൽ നിന്നും ഉണ്ടാകാതിരിക്കുന്നതിനും ഇന്ത്യ മുന്നണിക്ക് വിജയം ഉറപ്പാക്കുന്നതിനും ശക്തമായ വിഷയങ്ങളുമായി മുന്നണി ഉറച്ച് മുന്നോട്ടു പോകണം. പ്രധാന വിഷയങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കുന്നതിന് എതിരാളികൾ ഇട്ടുകൊടുക്കുന്ന എല്ലിൽ കഷ്ണങ്ങളിൽ കടിച്ച് സമയം കളയരുത്. 2019 തെരഞ്ഞെടുപ്പിൽ ചൌക്കിദാർ ചോർ ഹേ എന്ന രാഹുലിന്റെ മുദ്രാവാക്യവും അതിന് റഫാൽ ഇടപാട് അടക്കമുള്ള തെളിവുകളുമായി പോയ പ്രതിപക്ഷത്തെ എത്ര മനോഹരമായാണ് സർജിക്കൽ സ്ട്രൈക്ക് വിവാദത്തിലും കറുത്തവാവിന് വ്യോമസേനയോട് യുദ്ധത്തിന് പോകാൻ ഉപദേശിച്ച കഥയും എല്ലാം ഉയർത്തി BJP വഴിതെറ്റിച്ചത്. വിലക്കയറ്റവും ജനജീവിതത്തിനുണ്ടാക്കിയ ദുസ്സഹതയും സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന അധികാര ദുർവിനിയോഗവും അഴിമതിയും എല്ലാം അപ്രസക്തമാക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റുന്ന തന്ത്രങ്ങൾ
അത്തരത്തിലുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഇന്ത്യക്ക് പകരം ഭാരതം, ഏകീകൃത സിവിൽ കോഡ് തുടങ്ങിയ വിഷയങ്ങൾ. ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നതിന് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മാർഗങ്ങളുണ്ട്. പാർലമെന്റിലും അസംബ്ലികളിലും നിശ്ചിത ഭൂരിപക്ഷം ഉള്ളവർക്കാണ് അതിന് സാധിക്കുക. ജനം അത്രയും ഭൂരിപക്ഷം കൊടുത്തിരിക്കുന്ന പാർട്ടി അത്തരം നീക്കങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ തെരുവിൽ തടസ്സമുണ്ടാക്കിയതുകൊണ്ട് ചാനലുകളിൽ വാർത്ത വരും എന്നല്ലാതെ ഒരു ഫലവും ഇല്ല. അത് മനസ്സിലാക്കി ജനങ്ങളുടെ കോടതിയിൽ വിജയിക്കുന്നതിനുള്ള തന്ത്രങ്ങളിൽ ഉറച്ചു നിൽക്കണം. അങ്ങനെ അധികാരം പിടിച്ചാൽ ഇനി അഥവാ BJP-ക്കാർ ഇക്കാര്യങ്ങളെല്ലാം നിയമമാക്കിയാൽ പോലും അവ റദ്ദാക്കാനാകും. അതിനാണ് പ്രതിപക്ഷം നോക്കേണ്ടത്. ശക്തനായ ഒരു നേതാവ് ഉണ്ടാകുന്നത് വിജയം കൂടുതൽ എളുപ്പമാക്കും. ഇന്ത്യ മുന്നണിയിൽ ശക്തരായ നിരവധി പേരുണ്ട് എന്നതും അവർക്ക് പദവി കിട്ടാൻ മോഹം ഉണ്ടെന്നതും തലവേദന തന്നെയാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഓരോ പാർട്ടിക്കും കിട്ടുന്ന MP-മാരുടെ സംഖ്യ അനുസരിച്ച് പ്രധാനമന്ത്രിയെ നിശ്ചയിച്ച് മുന്നോട്ട് പോകുന്നതാവും നല്ലത്. ഏറ്റവും കൂടുതൽ MP-മാരുള്ള പാർട്ടിക്ക് അവർക്കുള്ളതിലും സമർത്ഥരായ നേതാക്കൾ പുറത്ത് മുന്നണിയിലെ മറ്റ് കക്ഷികളിൽ ഉണ്ടെന്ന് കണ്ടാൽ അവരെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇത്തരക്കാരെ വല്ലാതെ വശീകരിക്കുവാൻ പ്രതിപക്ഷത്തിനാവും. ചരിത്രത്തിൽ ഇത്തരം പ്രധാനമന്ത്രിമാരെയും കാണാം. ദേവഗൌഡയും ഗുജറാളും ചന്ദ്രശേഖറും VP സിംഗും പ്രധാനമന്ത്രിയായത് ഇങ്ങനെയായിരുന്നല്ലോ. ഇവർക്കാർക്കും ഉറച്ച ഭരണം കാഴ്ചവെക്കാനായില്ല എന്നതും ചരിത്രം. പാർലമെന്റിൽ വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും നരസിംഹറാവുവും മൻമോഹൻ സിംഗും കാലാവധി പൂർത്തിയാക്കി. മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ടു പോകുമ്പോൾ എല്ലാ പാർട്ടിയും അവരുടെ അണികൾക്ക് സഹിക്കാനാവുന്നതിനുമപ്പുറം വിട്ടുവീഴ്ച ഭരണത്തിനു വേണ്ടി ചെയ്യരുത്. അതിന്റെ ഉദാഹരണമാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ നേരിടുന്ന സനാതന ധർമ്മ വിഷയം. അത്തരത്തിലൊന്നാണ്. തമിഴ്നാട് റൈറ്റേഴ്സ് ഫോറം സെപ്റ്റംബർ 2-ന് ശനിയാഴ്ച ചെന്നൈയിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സംസാരിച്ച DMK യുവ നേതാവ് ഉദയനിധി മാരാൻ സനാതന ധർമ്മത്തെ പിഴുതുകളയണമെന്ന് ആവശ്യപ്പെട്ടു. തമിഴ്നാട് മന്ത്രിയും മുഖ്യമന്ത്രി സ്റ്റാലിന്റെ മകനും സിനിമാ നടനുമാണ് ഉദയനിധി. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അസമത്വവും അനീതിയും വളർത്തുന്ന സനാതന ധർമ്മം സാമൂഹിക നീതി എന്ന ആശയത്തിന് വിരുദ്ധമാണെന്നും കൊതുകിനെയും മലമ്പനിയെയും കോവിഡിനെയും ഒന്നും എതിർക്കുകയല്ല ഇല്ലാതാക്കുകയാണ് വേണ്ടത് എന്നതുപോലെ സനാതന ധർമ്മത്തെയും കൈകാര്യം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. DMK-യുടെ സ്ഥാപക നേതാക്കളായ പെരിയോർ മുതൽ അണ്ണാദുരൈയും കരുണാനിധിയും എല്ലാം പറഞ്ഞ നിലപാടാണിത്. പക്ഷേ കാലം മാറി. ഇത്തരം നിലപാടുകളെ മതവിദ്വേഷ പ്രസംഗമായി ചിത്രീകരിക്കുന്ന കാലമാണിത്. BJP-യുടെ IT സെൽ മേധാവി അമിത് മാളവ്യ തന്നെ ആദ്യ വെടി പൊട്ടിച്ചു. BJP ഒന്നാകെ ഏറ്റുപിടിച്ചു. സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരുടെ വംശഹത്യക്കാണ് ഉദയനിധി ആഹ്വാനം ചെയ്തതെന്ന് അദ്ദേഹം ആരോപിച്ചു. അഭിഭാഷകനായ സുധീർ കുമാർ ഝാ മുസാഫർപൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി കൊടുത്തു. സ്റ്റാലിനെതിരെ കേസ് കൊടുക്കുവാൻ തമിഴ്നാട് ഗവർണർ RN രവിയുടെ അനുമതി BJP തേടി. ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതികരിച്ചു. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന ഒന്നും ആരും പറയരുതെന്ന് ഉപദേശിച്ചു. കോൺഗ്രസിൽ ഉദയനിധിയെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ട്. ആസന്നമായിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഹിന്ദു വികാരം ഉണർത്തുവാൻ BJP ഇത് ഉപയോഗിക്കും എന്ന് തീർച്ച. അവിടങ്ങളിലെ കോൺഗ്രസ് നേതാക്കൾ ഗെലോട്ടും മറ്റും ഉദയനിധിക്കെതിരെയും പറയും. മുന്നണികൾക്കുള്ളിലുള്ള ചെക്ക് ആൻഡ് ബാലൻസ് ഇതാണ്. ഒരു പാർട്ടിക്കും അവരുടെ മാത്രം നയങ്ങളുമായി മുന്നോട്ടു പോകാനാവില്ല. പൊതു മിനിമം പരിപാടി മാത്രമാണ് സാധിക്കുക. ഇങ്ങനെ സ്വത്വം സൂക്ഷിച്ചാലേ ഓരോ പാർട്ടിക്കും നിലനിൽക്കാനാവൂ. എന്നാൽ പലപ്പോഴും അധികാരത്തിനു വേണ്ടി പല പാർട്ടിക്കാരും പലതും വിഴുങ്ങുന്നു. കൗതുകകരമാണ് ഈ കാഴ്ച. ഉദാഹരണത്തിന് കേരളത്തിൽ കർഷകർക്ക് വേണ്ടി വല്ലാതെ കരയുന്ന ഒരു പാർട്ടിയുണ്ട്, കേരള കോൺഗ്രസ്. 1964 രൂപം കൊണ്ട പാർട്ടി 1969 മുതൽ ഭരണത്തിലുണ്ട്. പക്ഷേ ഇന്നുവരെ 1976 ജോൺ ജേക്കബ് ഒഴികെ അവരുടെ ഒരു മന്ത്രിയും കൃഷിവകുപ്പ് ഭരിച്ചിട്ടില്ല, ചോദിച്ചിട്ടുമില്ല. ആഭ്യന്തരം, ധനകാര്യം, റവന്യൂ, വിദ്യാഭ്യാസം, ജലസേചനം, മരാമത്ത്, നിയമം, ഭവന നിർമ്മാണം ഒക്കെയായിരുന്നു അവരുടെ പ്രിയപ്പെട്ട വകുപ്പുകൾ. അതാണ് രാഷ്ട്രീയത്തിലെ സത്യം. അതിനർത്ഥം അവർ കർഷകർക്കു വേണ്ടി ഒന്നും ചെയ്തില്ല എന്നല്ല. അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിലും പരിഹാരം കാണുന്നതിലും വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്.
സ്വാതന്ത്ര്യ സമ്പാദനത്തിന് മുമ്പ് തന്നെ മുന്നണി ഉണ്ടായിട്ടുള്ള കേരളത്തിൽ പക്ഷേ മുന്നണി ഭരണം എന്നാൽ വല്യേട്ടൻ ഭരണം എന്നാണ്. വല്യേട്ടന്റെ ഔദാര്യം വാങ്ങുന്ന വിധേയർ എന്നതാണ് പലരുടെയും സ്ഥിതി. അടുത്ത കാലത്ത് അതിനൊരു മാറ്റം വരുത്തിയത് കേരള കോൺഗ്രസ് ബിയിലെ കെ ഗണേഷ് കുമാറാണ്. രണ്ടാം പിണറായി നിയമസഭാ കക്ഷിയിൽ ഒറ്റയാനാണ്. അദ്ദേഹത്തിന്റെ സഹോദരി ഉഷ മറ്റൊരു കേരള കോൺഗ്രസ് ഉണ്ടാക്കി അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുവാൻ നോക്കുന്ന കാലം. അതുകൊണ്ടെല്ലാം ആകണം അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രണ്ടാം ഊഴത്തിലാണ് കൊടുക്കുക. ആദ്യത്തെ 2.5 വർഷം അദ്ദേഹം മന്ത്രിയല്ല. അടുത്ത കാലത്തായി സർക്കാരിന്റെ ചില നിലപാടുകളെ അദ്ദേഹം വിമർശിച്ചു. വിമർശിക്കപ്പെട്ടവരിൽ പിണറായിയുടെ മരുമകൻ മന്ത്രി റിയാസുമുണ്ട്. ഗണപതിയെക്കുറിച്ച് സ്പീക്കർ ഷംസീർ നടത്തിയ പരാമർശത്തിനെതിരെ ഉയർന്ന പ്രതിഷേധത്തിൽ NSS നേതാവായ ഗണേഷ് സുകുമാരൻ നായർക്കൊപ്പം ഇടതുപക്ഷത്തിനെതിരെ നിന്നു. ഇത്തരമൊരു ധൈര്യം കാണിക്കുവാൻ വലിയ വിവാദ വിഷയമായ ലവ് ജിഹാദ് പോലുള്ള സങ്കടങ്ങളിൽ സമുദായത്തോട് ഒപ്പം നിൽക്കുവാൻ മറ്റു കേരള കോൺഗ്രസുകാർക്കായില്ല. ഇത്തരം അഴകുഴമ്പൻ സമീപനങ്ങളിൽ അവയിലെ പ്രവർത്തകരായ ക്രൈസ്തവർക്കും വേദനയുണ്ട്. CPM ഗണേഷിന് പണി കൊടുക്കുവാൻ തീരുമാനിച്ചു. സെപ്റ്റംബർ 7-ന് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് മുന്നണി കൊടുത്തിരുന്ന മുന്നോക്ക കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം CPM നേതാവായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് M രാജഗോപാൽ നായർക്ക് നൽകിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കി. പാർട്ടി നോമിനിയായി KG പ്രേംജിത്തിനെ പുറത്താക്കി. വാസ്തവത്തിൽ മുന്നണി മര്യാദകൾക്ക് നിരക്കാത്ത പ്രവൃത്തിയാണത്. മറ്റ് ഘടകകക്ഷികൾ പ്രതിഷേധിക്കേണ്ട വിഷയം. പക്ഷേ ആരും പരസ്യമായി ഒന്നും പറഞ്ഞില്ല. ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയോടും CPM സംസ്ഥാന സെക്രട്ടറിയോടും പരാതിപ്പെട്ടു. പുതിയ ഉത്തരവ് മരവിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. കൊല്ലം ജില്ലയിൽ ഗണേഷിനുമുണ്ട് പിന്തുണ. നാമജപ ഘോഷയാത്രയ്ക്കെതിരെ എടുത്ത കേസും പിൻവലിക്കുകയാണ്. അതായത് സർക്കാർ NSSനെ പിണക്കാതിരിക്കുവാൻ നോക്കുന്നു. ഗണേഷ് കുമാർ സ്വന്തം സമുദായത്തോട് ഒപ്പം നിന്നതു തന്നെ അദ്ദേഹത്തിന് സംരക്ഷണമായി. മുന്നണികൾ പ്രവർത്തിക്കണമെങ്കിൽ എല്ലാവരും ചില മര്യാദകൾ പാലിക്കുകയും വേണം, പ്രത്യേകിച്ചും വലിയ കക്ഷികൾ. അടുത്ത കാലത്ത് വന്ന വളരെ കൗതുകകരമായ ഒരു വാർത്തയുണ്ട്. ഭാരതത്തിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ വെളിപ്പെടുത്തിയ കണക്കനുസരിച്ച് പാർട്ടികളുടെ ആസ്തി കുമിഞ്ഞുകൂടുകയാണ്. നാട് ഭരിക്കുന്ന BJPയുടെ 2021-22 മൊത്തം ആസ്തി 6046 കോടി രൂപയാണ്. മറ്റ് 7 രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ചേർന്നുള്ളത് 2780 കോടി രൂപയും. BJPയുടെ ആസ്തിയുടെ വെറും 46%. പാർട്ടികൾ വെളിപ്പെടുത്തിയ കണക്കുകൾ പരിശോധിച്ച് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് തയ്യാറാക്കിയ റിപ്പോർട്ട് തരുന്ന വിവരങ്ങളാണിത്. BJPയുടെ ആസ്തിയിൽ 2021-22 ഉണ്ടായത് 21% വർധനയാണ്. 4990 കോടിയിൽ നിന്നും 6046 കോടിയായി ഉയർന്നു. കോൺഗ്രസിന്റെ ആസ്തി 691 കോടിയിൽ നിന്നും 805 കോടിയായി, 16.5% വർധന. കേരളത്തിൽ മാത്രം ഭരണമുള്ള CPMന്റെ ആസ്തി 654 കോടിയിൽ നിന്നും 735 കോടിയായി ഉയർന്നു. ബംഗാൾ ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ആസ്തി 182 കോടിയിൽ നിന്നും 151% വളർന്ന് 458 കോടി രൂപയായി. ശരത് പവാറിന്റെ NCPയുടെ ആസ്തി 31 കോടിയിൽ നിന്നും 74.5 കോടിയായി. CPIയുടെ ആസ്തി 14 കോടിയിൽ നിന്നും 15.7 കോടിയായി ഉയർന്നു. മായാവതിയുടെ BSPയുടെ ആസ്തി 732 കോടിയിൽ നിന്നും 690 കോടിയായി, 5.4% കുറവ്. 2 മന്ത്രിമാരെ സാക്ഷിയാക്കി സിനിമാ നടൻ ജയസൂര്യ കേരളത്തിലെ കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെയും യുവതലമുറ കൃഷി ഉപേക്ഷിക്കുന്നതിന്റെയും കാരണങ്ങൾ തുറന്നു പറഞ്ഞതോടെ വല്ലാത്ത പ്രതിരോധത്തിലായി കേരള സർക്കാർ. കാർഷിക മേഖലയെക്കുറിച്ച് നടത്തുന്ന അവകാശവാദങ്ങളിൽ പലതും പതിരാണെന്ന് ജനം കണ്ടെത്തി തുടങ്ങുന്നു. നെല്ല് സംഭരണത്തിനായി കേന്ദ്രം നൽകിയ തുകയുടെ കണക്ക് കേരളം സമർപ്പിക്കാത്തതുകൊണ്ടാണ് കേരളത്തിന് കിട്ടേണ്ട കേന്ദ്രവിഹിതം കിട്ടാത്തതെന്ന വിവാദത്തെ തുടർന്ന് നടന്ന അന്വേഷണത്തിൽ വ്യക്തമായി. സംഭരണ വിലയായി കർഷകന് കൊടുക്കുന്ന കിലോയ്ക്ക് 28 രൂപ 20 പൈസയിൽ 20 രൂപ 40 പൈസയും കേന്ദ്രം തരുന്നതാണ്. 7 രൂപ 80 പൈസ മാത്രമാണ് സംസ്ഥാന വിഹിതം. ഇതിനായി കേന്ദ്രം നൽകിയ തുകയുടെ ഓഡിറ്റ് ചെയ്ത കണക്ക് 2018 ശേഷം കേന്ദ്ര സർക്കാരിന് കൊടുത്തിട്ടില്ല. പണം വകമാറ്റി ചെലവാക്കുന്നു എന്ന സംശയവും കേന്ദ്രത്തിന് ഉണ്ടത്രേ.
2018 മുതൽ 637.6 കോടി രൂപ കേന്ദ്രത്തിൽ നിന്നും കിട്ടാനുണ്ടെന്നാണ് കേരളത്തിന്റെ കണക്ക്. സംഭരണ വിവരങ്ങളെല്ലാം സമർപ്പിച്ചിട്ടുണ്ടെന്നും ഓഡിറ്റ് ചെയ്ത കണക്ക് മാത്രമാണ് കൊടുക്കാനുള്ളതെന്നുമാണ് കേരളത്തിന്റെ വാദം. അതായത് കേന്ദ്രം പറയുന്നത് സത്യമാണെന്ന്. എങ്കിൽ ഈ കണക്ക് സമർപ്പിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ കണക്ക് പറയേണ്ടേ? എന്തേ കണക്ക് ചോദിക്കുന്നില്ല? അടുത്തിടെ കേരളത്തിലെത്തിയ കേന്ദ്ര ഭക്ഷ്യവകുപ്പ് സെക്രട്ടറിയെ സംസ്ഥാന ഭക്ഷ്യമന്ത്രി അനിൽ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് കണ്ട് സംസാരിച്ചു. ഓഡിറ്റ് ചെയ്ത കണക്ക് കൊടുത്താൽ ഉടൻ തടസ്സമെല്ലാം നീങ്ങുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഉടൻ കണക്ക് കൊടുക്കാം എന്ന് മന്ത്രിയും പറഞ്ഞു. ഇതിന് കേന്ദ്രവിരുദ്ധം പറഞ്ഞാൽ ആരുടെ വാക്കിനാണ് വില പോകുന്നത്? 2022-23 നെല്ല് സംഭരണത്തിന്റെ വില കേരളത്തിലെ കർഷകർക്ക് ഓണത്തിന് മുൻപ് കൊടുത്തു തീർക്കാൻ സർക്കാരിനായില്ല. ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്നും 250 കോടി രൂപ രണ്ടാം വട്ടവും വായ്പയെടുത്താണ് വിതരണം നടത്തിയത്. കാനറ ബാങ്ക് 57.32 കോടി കൊടുത്തു. SBI 6.86 കോടിയും വിതരണം ചെയ്തു. അവർക്ക് ബാക്കി 40 കോടി കൂടി ഉടൻ വിതരണം ചെയ്യും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ട് സർക്കാരിന് ഇങ്ങനെ സഹായം തേടേണ്ടി വരുന്നു? ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കണക്ക് കൊടുക്കാത്തതുകൊണ്ട്. അതല്ലേ സത്യം? കേരളത്തിൽ കാർഷിക മേഖല വലിയ പുരോഗതി കൈവരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സർക്കാരിന് മറുപടി ഇല്ലാതാകുന്ന വിവരങ്ങളാണ് സർക്കാരിന്റെ തന്നെ സാമ്പത്തിക സ്ഥിതി വിവര വകുപ്പ് പുറത്തുവിടുന്നത്. കേരള സർക്കാർ ഓരോ വർഷവും 1500 കോടി രൂപ വീതം ചെലവാക്കിയിട്ടും കർഷകർ കൃഷി ഉപേക്ഷിക്കുന്നതായാണ് കണക്ക്. 2023-24 ബജറ്റിൽ കാർഷിക മേഖലയ്ക്കുള്ള 156.30 കോടിയുടെ സഹായം അടക്കം 971.71 കോടി രൂപയാണ് സംസ്ഥാനം ചെലവാക്കുന്നത്. 2022-23 അത് 881.96 കോടി രൂപയായിരുന്നു. 48 കോടി രൂപയാണ് കൂടുതൽ നീക്കിവെച്ചത്. വിള പരിപാലിക്കാനായി 732 കോടിയും നീക്കിവെച്ചു. മൊത്തം 1700 കോടി രൂപ. കാർഷിക ഉൽപാദനത്തിലും വലിയ ഇടിവ് ഉണ്ടായിട്ടുണ്ടെന്നാണ് കണക്കുകൾ. അരിയുടെ ഉൽപാദനത്തിൽ 2001 ശേഷം ഉണ്ടായത് 20% കുറവാണ്. 2001 7,03,504 ടൺ അരി ഉൽപാദിപ്പിച്ചിരുന്ന ഇവിടെ 2021-22 ഉൽപാദിപ്പിച്ചത് 5,62,097 ടൺ അരിയാണ്. കുരുമുളകിന്റെ ഉൽപാദനത്തിൽ 44% കുറവുണ്ടായി. 58,240 ടണ്ണിൽ നിന്നും 32,516 ടണ്ണായി കുരുമുളക് ഉൽപാദനം കുറഞ്ഞു. 2020-21 കാലത്തേക്കാൾ 2021-22 കാലത്ത് ഭക്ഷ്യധാന്യങ്ങളുടെ കൃഷിയിൽ മാത്രം കൃഷിയിടത്തിൽ 4.94% കുറവുണ്ടായി. നെൽകൃഷി നടക്കുന്നത് 1,95,734 ഹെക്ടറിലാണ്. പോയ വർഷത്തേക്കാൾ 9,306.31 ഹെക്ടർ കുറവ്. 2001-22 ശേഷം നെൽപ്പാടങ്ങളുടെ വിസ്തൃതിയിൽ 39.84% കുറഞ്ഞു. പച്ചക്കറി കൃഷി 38,386 ഹെക്ടറിലായി. പോയ വർഷത്തേക്കാൾ 4.78% കുറവ്. മുൻവർഷം 14,949 ഹെക്ടറിലാണ് കിഴങ്ങുവർഗ്ഗങ്ങൾ കൃഷി ചെയ്തിരുന്നത്. ഇപ്പോൾ അത് 14,019 ഹെക്ടറായി. 1,276 ഹെക്ടറിൽ ഉണ്ടായിരുന്ന ഔഷധ സസ്യങ്ങളുടെ കൃഷിയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്നത് 8.58% കുറവാണ്. 2001-22 9.26 ലക്ഷം ഹെക്ടറിൽ ഉണ്ടായിരുന്ന തെങ്ങ് കൃഷി ഇപ്പോൾ 7.65 ലക്ഷം ഹെക്ടറിലായി ചുരുങ്ങി. റബ്ബർ അടക്കമുള്ള തോട്ടവിളകളുടെ കാര്യത്തിലും കണക്ക് താഴോട്ടാണ്. 0.25% കുറവ്. ഇഞ്ചി കൃഷിയിൽ 8.8%, കൈതച്ചക്ക കൃഷിയിൽ 4.4% വർധനയുണ്ട്. 2021-22 2,924 ഹെക്ടറിൽ ഇഞ്ചി കൃഷി നടന്നു. വയനാട്ടിലാണ് ഇഞ്ചി കൃഷിക്കാർ കൂടുതൽ. ഭാരതത്തിലെ ഭൂഗർഭജലം ഇന്നത്തെ നിരക്കിൽ ചൂഷണം ചെയ്താൽ 2080 ഭൂഗർഭജല ശോഷണം 3 ഇരട്ടിയാകുമെന്ന് US-ലെ മിഷിഗൻ സർവകലാശാലയുടെ പഠനം ചൂണ്ടിക്കാട്ടി. ഇത് 140 കോടി ജനങ്ങളുടെ ഉപജീവന മാർഗത്തെ അപകടത്തിലാക്കുമെന്നും പഠനം മുന്നറിയിപ്പ് നൽകുന്നു. നമ്മുടെ പൊതുഗൃഹമായ ഈ ഭൂമിയെ തലമുറകൾക്കായി കാത്തുസൂക്ഷിക്കുവാനുള്ള ഇന്നത്തെ തലമുറയുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച്
ഫ്രാൻസിസ് മാർപ്പാപ്പ ലൗദാത്തോ സി എന്ന ചാക്രിക ലേഖനത്തിലൂടെ നൽകിയ മുന്നറിയിപ്പ് എത്ര പ്രവചനാത്മകമായിരുന്നു എന്ന് ഈ മുന്നറിയിപ്പും ഓർമ്മിപ്പിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലം കടലും ഉണങ്ങുകയാണ്. മത്സ്യലഭ്യതയിൽ വൻ ഇടിവ് ഉണ്ടാകുന്നു. ട്രോളിംഗ് നിരോധനം കഴിയുമ്പോൾ കിട്ടാറുള്ള മീനിൽ വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ബോട്ടുകൾക്ക് ദിവസം 1 ലക്ഷം മുതൽ 2.5 ലക്ഷം രൂപ വരെ മിച്ചം കിട്ടിയിരുന്നിടത്ത് ഇപ്പോൾ 20,000 രൂപ മുതൽ 30,000 രൂപ വരെയാണ് കിട്ടുന്നത്. ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പീറ്റർ മത്തിയാസ് പറഞ്ഞു. 10-11 ദിവസം കടലിൽ കഴിഞ്ഞ ശേഷം വരുമ്പോൾ കിട്ടുന്ന തുകയാണിത്. ട്രോളിംഗ് നിരോധനം നീക്കി കഴിയുമ്പോൾ കണവ, കരിങ്ങാടി, കിളിമീൻ എന്നിവ നല്ല അളവിൽ ലഭിക്കാറുണ്ട്. എന്നാൽ ഈ വർഷം അതില്ല. വലിയ നഷ്ടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കണവയ്ക്കും കരിങ്കാടിക്കും ഉണ്ടായിരുന്ന കയറ്റുമതി സാധ്യതയും മങ്ങുന്നു. ആഗോള സാമ്പത്തിക മാന്ദ്യമാണ് പ്രശ്നമാകുന്നത്, അസോസിയേഷൻ പറഞ്ഞു. കേന്ദ്ര സർക്കാർ കോടതികളെ സ്വാധീനിക്കുന്നതിനായി വിരമിക്കുന്ന ജഡ്ജിമാർക്ക് നിയമനം നൽകുന്നതിനെ പരിഹസിക്കുന്ന കേരള സർക്കാർ അതേ കുറ്റത്തിന് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ നിയമനത്തെ ചൊല്ലിയുണ്ടായ പരാതികൾ മാത്രമല്ല, നേരത്തെ നിയമനം കിട്ടിയ ഉപലോകായുക്തകൾക്കെതിരെ ഉയരുന്ന പരാതികളും ഈ ആക്ഷേപത്തിന് അടിവരയിടുന്നു. കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി കേരള ഹൈക്കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് എസ് മണികുമാറിനെ നിയമിക്കുന്നതിനുള്ള സർക്കാർ ശുപാർശയിൽ ഗവർണർ വിശദീകരണം തേടി. തെരഞ്ഞെടുപ്പ് സമിതി അംഗമായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വിയോജനക്കുറിപ്പ്, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പരാതികൾ, സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പരാതി എന്നിവയിലാണ് വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കാലത്ത് സർക്കാരിനെ സഹായിക്കുന്ന വിധികളാണ് അദ്ദേഹം പുറപ്പെടുവിച്ചിരുന്നതെന്നാണ് 3 പരാതിയിലും ഉള്ളത്. പക്ഷപാതിത്വത്തോടെ വിധി പറഞ്ഞ വ്യക്തി മനുഷ്യാവകാശ കമ്മീഷണർ ആയാൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കും എന്ന് കരുതാനാവില്ലെന്ന് സതീശൻ ചൂണ്ടിക്കാണിച്ചു. താൻ നടത്തിയ പല നിയമ പോരാട്ടങ്ങളും സർക്കാരിന് ദോഷകരമല്ലാതാക്കുന്ന തീർപ്പുകളാണ് മണികുമാർ കൈക്കൊണ്ടതെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ചാൻസലർ എന്ന നിലയിൽ ഗവർണർ എടുത്ത പല നടപടികളിലും എതിർ തീരുമാനമെടുത്ത് സർവകലാശാലകളെ ഭരണസ്തംഭനത്തിലാക്കിയ ജഡ്ജിയാണ് മണികുമാർ എന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും കുറ്റപ്പെടുത്തി. ബംഗാളിലെ 16 സർവകലാശാലകളിൽ നേരിട്ട് താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിച്ചുകൊണ്ട് മലയാളിയായ ഗവർണർ ആനന്ദ് ബോസ് കാണിക്കുന്ന മാതൃകയുണ്ട്. ബംഗാൾ ഇന്ന് ചിന്തിക്കുന്നത് ഭാരതം നാളെ ചിന്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ബംഗാളിലെ സർക്കാരുമായി നേരിട്ട് ഏറ്റുമുട്ടി പരിക്കേറ്റ ഗവർണർ ജയദീപ് ധൻഖറെ ഉപരാഷ്ട്രപതിയാക്കിയ കേന്ദ്ര സർക്കാർ ഗവർണർമാർക്ക് കൊടുക്കുന്ന സൂചന മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ എന്താവുമോ ചെയ്യാനിരിക്കുന്നത്. മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി ചില സ്വന്തക്കാർക്കായി വിതരണം ചെയ്തുകൊണ്ട് അഴിമതി നടത്തി എന്ന് കാണിച്ച് ലോകായുക്തയിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും 1ാം മന്ത്രിസഭയ്ക്കും എതിരെ കൊടുത്തിരിക്കുന്ന കേസിൽ വിധി പറയുവാൻ ഉപലോകായുക്തകളായ ബാബു മാത്യു, പി ജോസഫ്, ഹാറൂൺ അൽ റഷീദ് എന്നിവരെ അനുവദിക്കരുത് എന്ന ഹർജിയുമായി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നേതാവ് RS ശശികുമാർ ലോകായുക്തയെയും ഗവർണറെയും സമീപിച്ചിരിക്കുകയാണ്. പരാതിയിൽ മുഖ്യമന്ത്രി പണം അന്യായമായി കൊടുത്തതായി ആരോപിക്കപ്പെടുന്ന ചെങ്ങന്നൂരിലെ മുൻ MLA രാമചന്ദ്രൻ നായരുടെ അടുത്ത സുഹൃത്തുക്കളാണ് ഇവരെന്നതാണ് തടസ്സമായി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഉന്നയിച്ചിരിക്കുന്നത്. ഒരാൾ രാമചന്ദ്രൻ നായരുടെ സഹപാഠിയും അപരൻ അടുത്ത സുഹൃത്തുമാണ്. രാമചന്ദ്രൻ നായരെ കുറിച്ച് പുറപ്പെടുവിച്ച സ്മരണികയിൽ 2 ആളുടെയും ലേഖനമുണ്ട്. തന്റെ വാദത്തിന് ശക്തി പകരുവാൻ RS ശശികുമാർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതാണ്. ഓഗസ്റ്റ് 11 അന്തിമവാദം കേട്ട കേസ് വിധിക്കായി പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത സുഹൃത്തുക്കളുമായി ബന്ധമുള്ള കേസുകളിൽ കോടതിയുടെ വിശ്വാസ്യത സൂക്ഷിക്കുവാൻ ജഡ്ജിമാർ സാധാരണ വിധി പറയാറില്ല എന്നതാണ് കീഴ്വഴക്കം എന്നും ശശികുമാർ പറയുന്നു. രണ്ടാമത് ഇടത് സർക്കാരിന്റെ ഭരണം പോരാ എന്ന് 1ാം സർക്കാരിലെ ധനമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമായ തോമസ് ഐസക് വിലയിരുത്തുന്നു. പാർട്ടി പ്രസിദ്ധീകരണമായ ചിന്തയിൽ എഴുതിയ ലേഖനത്തിലാണ് ഈ വിലയിരുത്തൽ. വൻകിട പദ്ധതികൾ നടപ്പാക്കുന്നതിന് ഭരണചക്രം പ്രാപ്തമല്ല. സേവന നിലവാരത്തെക്കുറിച്ച് ജനങ്ങൾക്ക് പരാതി കൂടുന്നു. വ്യവസായ പ്രോത്സാഹന ഏജൻസികളുടെ പ്രവർത്തനം മറ്റ് സംസ്ഥാന സംവിധാനങ്ങളെക്കാൾ പിന്നിലാണ്. റെഗുലേറ്ററി വകുപ്പുകൾ പലപ്പോഴും ജനവിരുദ്ധമാകുന്നു. കാർഷിക മേഖല വല്ലാത്ത മുരടിപ്പിലാണ്. പ്രതികൂല കമ്പോള സ്ഥിതിയാണ് കാരണം.
അതിനെ മറികടക്കത്തക്ക രീതിയിൽ ഉൽപാദനക്ഷമതയും ഉൽപാദനവും ഉയർത്തുവാനുള്ള പാക്കേജ് ഇല്ല. സേവനാവകാശ നിയമം, പൗരാവകാശ രേഖ, സോഷ്യൽ ഓഡിറ്റ്, പരാതി പരിഹാര സംവിധാനം, നഷ്ടോത്തരവാദിത്തം ഇവയിലെല്ലാമുള്ള പുരോഗതി അഭിമാനകരമല്ല. പോലീസിലും മാറ്റങ്ങൾ വേണം. ഐസക് പറയുന്ന സത്യങ്ങൾ സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കുമോ ആവോ? ഉറക്കം നടിക്കുന്നവരെ ആർക്കാണ് ഉണർത്താനാവുക? ഇരുമ്പുണ്ട കഴിച്ചിട്ട് ചുക്കുവെള്ളം കുടിക്കുവാൻ നോക്കുന്നത് പോലെയാണ് KCB. യൂണിറ്റിന് 4.29 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന വൈദ്യുതി കരാർ റദ്ദാക്കി വേണ്ടെന്ന് വെച്ച ശേഷം ഇപ്പോൾ വാങ്ങുന്നത് 6.88 രൂപയ്ക്ക്. റദ്ദാക്കപ്പെട്ട കരാർ നിയമവിരുദ്ധമായിരുന്നു. അക്കാലത്ത് കിട്ടാവുന്നതിൽ പരമാവധി വില കൊടുത്ത് 25 വർഷത്തേക്ക് 465 മെഗാവാട്ട് വൈദ്യുതിക്ക് ഉണ്ടാക്കിയ കരാർ അന്ന് പരമാവധി വില കൊടുത്തതാണ് വിഷയം. പക്ഷേ അന്ന് ഉണ്ടാക്കിയ വില ഇന്ന് വളരെ ലാഭമാണ്. അത് നോക്കാതെ കരാർ റദ്ദാക്കി. 4.29 രൂപയ്ക്ക് കിട്ടിയിരുന്ന വൈദ്യുതി ഇപ്പോൾ കിട്ടണമെങ്കിൽ വേണ്ടത് 6.88 രൂപ. കച്ചവടം നടത്തുന്നവർക്ക് കമ്മീഷൻ കിട്ടും, ജനത്തിനോ നിരക്ക് വർധനയും. പാവം ജനം. ഇടതു വന്നാലും വലതു വന്നാലും അവർക്ക് വിധി ഒന്നു തന്നെ. പണ്ട് കരാർ ഉണ്ടാക്കിയത് കോൺഗ്രസ് നേതാവ് ആര്യാടൻ മന്ത്രിയായിരുന്നു. അതാണ് ചരിത്രം. ഷിലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.